കുതിച്ചു കയറുന്ന ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ വിദേശ രാജ്യങ്ങളെ അനുകരിച്ച് മെട്രോ സിറ്റി വരെ രൂപീകരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, സ്വന്തമായ ഒരു വിമാന സർവീസ് എന്ന കേരളത്തിന്റെ സ്വപ്നം ഇതാ ഞങ്ങളുടെ ഭാവനയിൽ ഇവിടെ പൂവണിയുകയാണ്. കേരളത്തിന്റെ സ്വന്തം എയർ കേരള ഫ്ലൈറ്റിന്റെ കന്നി യാത്ര. അമ്മണി, എല്ലാം റെഡിയല്ലേ? അമ്മണി കുമ്മണി ഒന്നും വിളിച്ചേക്കരുത്, അതൊക്കെ അയൽക്കൂട്ടത്തില്. ഇവിടെ ഞാൻ എയർ ഹോസ്റ്റസ് സിൻഡ്രല. സിലിണ്ടറില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ഫ്ലൈറ്റ് ഓടിക്കും? ഓ, സിലിണ്ടർ ഇല്ലെന്നല്ല, സിൻഡ്രല. ഓ ശരി, സിൻഡ്രല എങ്കിൽ സിൻഡ്രല. അതെ, കേരളത്തിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ്, ആദ്യത്തെ യാത്രയും. ഈ യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ടി എല്ലാ സീറ്റിലും മനോരമ വീക്കിലി നിരത്തുക. ഓ, 10-30 അംഗങ്ങളുള്ള അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. എന്നോടൊന്നും കളിക്കാൻ നിൽക്കണം, മനസ്സിലായില്ലേ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അതൊക്കെ പോട്ടെ. ബോർഡിംഗ് പാസ് കൊടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം കയറ്റി വിട്ടേക്കാം. ഞാൻ ഫ്രണ്ടിൽ കാണും, എഞ്ചിൻ ചെക്ക് ചെയ്യണം, കാശ് ചെയ്യണം, എല്ലാം കൊണ്ട് പണിയുണ്ട്. എന്റെ ദൈവമേ, ആ ഹെൽമെറ്റ് ചുമക്കാന്നുള്ളത് ഏറ്റവും വലിയ പണി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം. യുവർ ബോഡി പാസ്. യുവർ ബോഡി പാസ്. ലോഡിങ്ങിലാണ് പണി, പക്ഷെ പാസ് ഇല്ല. നോ സർ, യുവർ ബോഡി പാസ്. പെണ്ണുമുള്ള എന്താണ് പറയണല്ലോ? ടിക്കറ്റ്, ഇത് സാധനം കാണിക്കാൻ ബോർഡിംഗ് പാസ്. ഓക്കെ, താങ്ക് യു. കൊള്ളാട്ടാ, സെറ്റപ്പ് കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്. ഇതാ നീ ആദ്യമായിട്ടാണല്ലോ ഫ്ലൈറ്റിൽ കയറുന്നത്? ആ, ഞാൻ ആദ്യമായിട്ടാ. ഇതെന്താണ് കോഴിക്കോട് പോലെ ഇരിക്കണത്? ഇതൊന്നുമല്ല ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഫ്ലൈറ്റ് ആണത്. നീ ജംബോ കയറിയിട്ടുണ്ട? പിന്നെ ജംബോ ഞാൻ കയറുന്നുണ്ട്, ഞാനും ഭാര്യയും പിള്ളേരും കൂടെ കയറുന്നത്. പക്ഷെ പകുതി വരെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇല കൊച്ചു സിംഹത്തിനെ കണ്ടപ്പോ കരഞ്ഞു. ഏത് ജംബോ? ജംബോ സർക്കസ്. സർക്കസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജംബോ ജെറ്റ്. ആണോ? പിന്നെ പൊണ്ടാളടക്കി ജെറ്റല്ലേ? 10,000-6,000 പേരെ വഹിച്ചിട്ട് ഈ സാധനം പൊങ്ങി പോണ പോക്കുകയാണ്. 6,000 പേരെ കയറുവോ? പിന്നെ എടാ പുന്നൂസ് ഡംബീസ് അടിക്കണമെന്ന് കരുതരുത്. എന്റെ 275ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണത്. ഇതൊന്നും ആദ്യത്തെ പോക്കല്ലേ? അല്ല, അത് ഈ ഇതിന്റെ. പക്ഷെ അതിനു മുമ്പ് 274 പ്രാവശ്യം ഞാൻ പല ഫ്ലൈറ്റിലും കയറിയിട്ടുണ്ട്. അമ്മ, നീ ഭയങ്കര സെറ്റപ്പാട്ടാ. നമ്മുടെ ആൾക്കാരാ ഇവിടെ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സെറ്റപ്പാ. ആയിരിക്കണ ആരാണെന്നറിയാം? ആരാണ്? ടൈറ്റാനിക് സിനിമയിലെ നായകൻ. ആ പുള്ളിയാ? ആ, ടൈറ്റാനിക്ക് മുങ്ങിയതല്ലേ, കത്തിയതല്ല. അത് ക്യാമറ ടെക്നിക്ക്. ക്യാമറ ടെക്നിക്കാണ്. പിന്നെ നമ്മുടെ സുഹൃത്താണത്. നീ പോരാ ഇറക്കണം വെറുതെ. നിനക്ക് കാണണോ? എടാ പുന്നൂസ് ഡംബീസ് അടിക്കാറില്ല കേട്ടോ. എന്താ പറഞ്ഞത്? ഞാൻ എവിടെ പോയാന്ന് ചോദിച്ചാ പുള്ളി എന്താ പറഞ്ഞു? പുള്ളി ഇവിടെ സിനിമയില്, വിനയന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാ. ഏത് സിനിമ? നീഗ്രോയുടെ ദുഃഖവും മറാമ്മയുടെ സ്വപ്നവും. ആ പടം കാണുമായിരിക്കല്ലേ? പിന്നെ കലക്കി പൊളിക്കുന്നത്. തകർപ്പനാട്ടാ നീ. എടാ പുന്നൂസ് ഡംബീസ് അടിക്കാറില്ല, ഉള്ളതുപോലെ പറയും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. എന്റെ ഭാര്യ. ബോഡി പാസ്. താങ്ക് യു. പുള്ളി കൊണ്ട് ഇരുത്തും അവിടെ. ഫാമിലി സാർ. പുള്ളി എണ്ണീറ്റിട്ട് ഞാൻ സർ, സാറിന്റെ സീറ്റ് ഇവിടെയാണ്. പ്ലീസ് സർ. അല്ല, അത് ഇവിടെയാണ് സർ. വൈഫ് അവിടെ പോയി. കൂടെ. സർ പ്ലീസ്. താങ്ക് യു. പെണ്ണുമ്പുള്ള നീഗ്രോ എടുത്തുകൊണ്ടിരിച്ചിരിക്കും. അത് സീറ്റ് നമ്പർ അനുസരിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ അതിന്റെ. അല്ല, എന്നാലും അങ്ങനെയല്ല, നമ്മള് ഒരു മലയാളിയല്ലേ വിളിക്കാട്ടാ. ഒന്ന് സംസാരിച്ചു നോക്ക്. നീഗ്രായിട്ട് സംസാരിച്ചോ, കുഴപ്പമില്ല. നമ്മുടെ കൂട്ടുകാരനാ, പറഞ്ഞാ മതി. ഹലോ സാർ. ഹലോ. ആ പുള്ളി പറഞ്ഞിട്ടിട്ട് ഞാൻ വന്നേ ഇവിടെ. ഷീസ് മൈ വൈഫ്. വെരി ബ്യൂട്ടിഫുൾ. അത് വേണ്ട, അതായത് യു ടേക്ക് ദാറ്റ് സീറ്റ്. മൈ സീറ്റ്. ഐ ടേക്ക് ദിസ് സീറ്റ്. Okay. No. This is my seat. കഷ്ടമുണ്ടേ, ഞാൻ എന്റെ പെണ്ണുമ്പിള്ള എടുത്തിരുന്നോട്ടെ, ഇയാൾ അവിടെ പോയി എന്തുവാ? What do you mean, man? Bloody fool! I didn't tell you. ഏത് ഭാഷ? Yo. Bloody fool! Let's tell you. Yo. അത് ശരി, പുള്ളി ചീത്തോണ്ട് പുള്ളി അയ്യോ ഓട്ടണ. നീ സംസാരിക്കുന്ന എന്റെ ഫ്രണ്ടല്ലേ? ആയിരിക്കണ നീ സംസാരിക്ക്. ആയിരിക്കുന്ന എന്റെ പെണ്ണുമ്പിള്ളാണ്. എനിക്ക് എന്നെ ഇപ്പൊ ഡൗട്ടായി. കേട്ടോ സുഹൃത്തെ, എന്റെ സുഹൃത്താണ്, ഞാൻ സംസാരിക്കാം. എന്നെ കാട്ടി പഞ്ച ചീത്തയാണ് ഇപ്പൊ പുള്ളി വിളിച്ചത്. ഞങ്ങള് തമ്മിലുള്ള ബന്ധം പോയിന്നാ പറഞ്ഞത്. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണേന്ന്? അല്ല, അങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ മലയാളികൾ കൊടുക്കുമ്പോ ചില കർമ്മന്മാർ ഇവിടെ ഒന്നും സംസാരിക്കാൻ ശരിയല്ല. അല്ല, നീ നിന്റെ കാര്യം നോക്ക് പ്രഭ. നീ മിണ്ടാണ്ടി. 3 കുത്തേസിലെ പ്രതിയാണ് ഞാൻ. 2 തല്ലു കേസും. ഇന്നലെയാണ് ക്ലാസ് കിട്ടിയത്.
ഇവിടെ മാറി നാണുണ്ടോ വല്ലവരും പെണ്ണുമ്പിളുടെ കൂടെ ഇരിക്കാൻ? What do you mean, man? പറ്റുന്നിന്റെ അപ്പനി What you bloody hood? ഇവിടെ സംഗതി ഓക്കെ നമ്പർ ഇട്ടങ്ങ് വിളിച്ചോണ്ട് വേറെ നീ അടിക്കാൻ ഞാനില്ല. ഹലോ ആഫ്രിക്ക വരെ ഒരു നീഗ്രമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ പൊളിഞ്ഞു പോയി. നടന്നില്ല. അതേ ഇതൊന്നും ബസ്സിലാണ് നടക്കൂലട്ടാ. ബസ്സിലാണ് പണി മേടിക്കും പുള്ളി. പുള്ളി പണി മേടിക്കും ബസ്സിലാണെങ്കിൽ. എടാ ഇതേ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞ സാധനമാണിത്. അതുണ്ടല്ല ലോഡിംഗ് പാസ് പുള്ളിയുടെ ഉണ്ട്. ആ ചേച്ചിയുടെ ഉണ്ട് ലോഡിംഗ് പാസ്. ലോഡിംഗ് പാസ് അല്ല ബോർഡിംഗ് പാസ്. അതിനകത്ത് സീറ്റ് നമ്പർ എഴുതിയിട്ടുണ്ട്. ആണോ? അതനുസരിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ചേച്ചിക്ക് അവിടെ കിട്ടി, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പുറത്തു പറയണ്ട, നിന്റെ സീറ്റ് വിടല്ല, ബാക്കിലാണ്. അയ്യോ ഞാൻ പോകില്ല, എനിക്ക് പേടിയാ. എനിക്കറിയാം നീ ആദ്യമായിട്ട് വന്നതാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇതായിരിക്കുന്ന ആളെ കണ്ട ഡ്രൈവറാ ഫ്ലൈറ്റ് ഓടിക്കുന്നത് വെള്ളക്കെ ഇട്ട് നമ്മുടെ സുഹൃത്താ. പുള്ളിയാ എന്റെ ചങ്കാണ് പുള്ളി. പുള്ളിയുടെ പേരെന്താന്നറിയാം? ഇല്ല. പൈലറ്റ്. ചേട്ടാ ഇതാണ് ബന്ധം വേണം ഫ്ലൈറ്റിൽ, അല്ലാതെ നീ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവന്റെ കൂട്ടുകാരാണ് അത് ഓടിക്കുന്ന ആള്. ഉള്ള പേരറിയാം. എന്ത് കാര്യത്തിന്? ഉണ്ടായില്ലേ പൈലറ്റ്? എല്ലാ വിമാനം ഓടിക്കുന്ന അവരുടെ പേരും പൈലറ്റ് തന്നെ ആണോടാ? അല്ല, ഇത് സി കെ പൈലറ്റ്. ആ CK ഉണ്ട്, ഇൻഷുലുണ്ട്. എന്റെ ചങ്ക് സി കെ പൈലറ്റ്. തന്ന ഉണയനാണ് അവിടെ. മുന്നൂത്ത് ഡംബീസ് അടിക്കാറില്ല. ഉള്ളതുപോലെ പറയാത്തുള്ളൂ. നീ പറഞ്ഞ ശരിയാട്ടാ. എന്തേ? വിമാനം ഇങ്ങനെ പൊങ്ങിയുമ്പോഴേ താഴ്ത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉറുമ്പിന്റെ അത്ര ഉള്ളൂ. അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. ഇതേ നോക്കിയേ, പള്ളിപ്പെരുന്നാളിന്റെ ഘോഷയാത്രയിൽ നിന്നു വരിവരിയായിട്ട് പോകണണ്ട. അത് ഒറിജിനൽ ഉറുമ്പാണ്. ഫ്ലൈറ്റ് പൊങ്ങിയിട്ടില്ല, ഇവിടെ കിടക്കല്ലേ. ആണാ? ഈ എന്തൊട്ട് മനുഷ്യനാണ് ഓർത്ത് പറ്റിപ്പോയതാ. വെൽക്കം എയർ കേരള. യുവർ ബോഡി ഗ്ലാസ് പ്ലീസ്. ഹാവ് എ നൈസ് ഡേ. സിറ്റ് ദാറ്റ് യുവർ സീറ്റ് പ്ലീസ്. ഓക്കെ, താങ്ക് യു. ചമ്മി ഇവിടെ ഇരുന്നാ പോരെ. ആ ചേച്ചി അവിടെ ഇരുന്നോളൂ. അതുപോലെ എന്നെ മാറ്റുവോ? നീ പേടിക്കണ്ട. എടാ പുന്നൂസിന്റെ ശവം ഇവിടെ വീഴണം നിന്നെ ഇവിടുന്ന് മാറ്റണമെങ്കിൽ. അതെ എനിക്ക് പേടി. പേടിയാ. എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, ഇവിടെ ഇരുന്നോ. എന്ത് പ്രശ്നം ഉണ്ടായാലും സി കെ, ഞാൻ വിളിച്ച സി കെ ഇവിടെ വരും. നിന്നെ നീ ഇവിടെ ഇരുന്നോ. എന്നെ മാറ്റില്ലല്ലോ. ഇല്ലെന്ന് നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാനല്ലേ പറഞ്ഞത്. ആണല്ലേ? പിന്നെ അത് മതി, മാറ്റാതിരുന്നാ മതി. പീസ് കൊണ്ട അങ്ങനെ പറയല്ലേ, നമ്മിത്തിരി സ്റ്റാൻഡേർഡ് ആയി. അതുകൊണ്ടാണ് ആ സീറ്റിലാണ്. എന്താണ് നീ പോടാ. ഈ പെണ്ണിനെ കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യനെ ഇരുമ്പോരെ കടിക്കാൻ തോന്നുന്നത്. എന്റെ അടുത്ത് പറ്റി സാറേന്ന് This is my seat. എന്നാ ഇത് എന്റെ സീറ്റാണ്. അത് കൊച്ചിന്റെ സീറ്റായിരിക്കും, പക്ഷെ ബന്ധം വേണം ഇവിടെ. ഫ്ലൈറ്റിൽ ബന്ധം വേണം. എന്റെ കൂട്ടുകാരെ അതല്ല, ഭയങ്കര ബന്ധോ. ബോർഡിംഗ് പാസിൽ എന്റെ സീറ്റ് പിന്നെ ഒരു നമ്പർ. കാര്യം ചെയ്യ്, ബാക്കിൽ ചെല്ലാം. അവിടെ സീറ്റ് ഇല്ലെങ്കിൽ ആ പെങ്കൊച്ചൊരു പലക ഇട്ട് തരും, അവിടെ ഇരിക്കും. അതൊന്നും പറ്റില്ല. സാർ അങ്ങോട്ട് എഴുന്നേറ്റേ. എന്തോ താൻ എഴുന്നേക്കാൻ. ഓഹോ, എന്നോട് ചൂടാകുന്നു. ഇവിടെ നിന്ന് മാറിയിരിക്കാൻ. നീ മാറിക്കൊടുക്കണം. നീ മാറിക്കൊടുക്കണം. ആ കൊച്ചിന്റെ സീറ്റല്ലേ. അപ്പൊ നമ്മള് സുഹൃത്തുക്കളല്ലേ? ആര് സുഹൃത്തുക്കൾ? നമ്മള് തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ നീ പറഞ്ഞ എന്നോട് കൂടി ഇരുന്ന് ആരും വന്നാലും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര നേരടാ കൊച്ചു ചോദിക്കണത്? ഞാൻ മാറില്ല. സീക്ക് എങ്ങനെ അറിഞ്ഞാലുണ്ടല്ല, നിന്നെ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയണ പോലെ പുറത്തേക്ക് കളയും. ഞാൻ മാറില്ല. വേഗം എന്നിട്ട് മാറിക്കോട്ടെ. ഞാൻ മാറില്ല, എനിക്ക് പേടിയാന്ന്. ഞാൻ മാറി അങ്ങട് ഇരിക്കും. താങ്ക്സ്. എവിടെ പോകുന്നു? ഗോവ. സാർ അങ്ങോട്ടാ? ഞാൻ ബോംബെക്കാണ്. വേണമെങ്കിൽ ഗോവയിൽ ഇറങ്ങാം. ഏയ് വേണ്ട. തൽപര കക്ഷിയല്ല. മാറിക്കേ. എന്തിനാ? മാറുള്ളൂ. ഇത് എന്റെ സീറ്റല്ലേ? ഇങ്ങ മാറാൻ. മാറാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ശരി. എന്റെ ശവത്തി ചവിട്ടി വേണം നീ അവളെ മാറ്റാൻ. ഇവിടെ നമ്മള് കൂട്ടുകാരില്ലേ? നിന്നെ ഞാൻ അറിയില്ല. അങ്ങനെ ആയപ്പോ അതെ. എയർ ഹോട്ടലേ, എയർ ഹോട്ടൽ വാ. എന്റെ ടിക്കറ്റ് എയർപോർട്ട് വരെയുള്ള ഓട്ടോ കാശും കൊടു, ടിക്കറ്റിന്റെ കാശും. എന്താ പ്രോബ്ലം? എനിക്ക് സീറ്റില്ല. സീറ്റില്ലേ? ഇല്ല. അയ്യോ, ഇത് സാറിന്റെ സീറ്റാണ്. ആ അപ്പോ എന്റെ സീറ്റ് എവിടെയാണ്? സാർ, സാറിന്റെ സീറ്റ് ബാക്കിലാണ്. അത് കുഴപ്പമില്ല, ഇവൻ എന്റെ സുഹൃത്താണ്. അവിടെ ഇരുന്നു. അയ്യോ, എനിക്കറിയില്ല കേട്ടോ ഈ പാർട്ടീനെ. എനിക്കറിയില്ല, ഈ ആളെ എനിക്കറിയില്ല. അല്ല, നമ്മള് ഒരുമിച്ച് ഞാൻ നിനക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാളെ നീ നിന്ന് സംബോധന ചെയ്ത് എനിക്കറിയില്ല താങ്കളെ. കുഴപ്പമില്ല, ഞാൻ സീക്കായിട്ട് സംസാരിച്ചു. സാർ പ്ലീസ്. സാർ, ഞാൻ സീക്കയുടെ മെയിൻ ആളാണ്. സാർ പ്ലീസ്. ഞാൻ ആരാണെന്ന് അറിയില്ല കുട്ടിക്ക്. സാർ, ഞാൻ ഇവിടുന്ന് മാറില്ല. സാർ പ്ലീസ്. സാർ മാറില്ല എന്ന് പറഞ്ഞാൽ മാറില്ല. എത്ര നേരമായിട്ട് ഞാൻ വായിട്ട് അടിക്കണു? പച്ച തെറി വരെ എന്റെ വായില്. ഇല്ല. കുണ്ടുകാടി അമ്മടിയൻ. മനസ്സിലായി. സാർ ഇരിക്കൂ. സാർ, ആർ യു ഓക്കെ? സാർ, താങ്ക് യു. ചമ്മി
ഉണ്ണിയ മുഖം നോക്കി സീക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിടാ വേണ്ട. ഞാൻ അവിടെ ഇരിക്കാം ടിക്കറ്റ് എടുത്ത് തന്നല്ലേടാ എവിടുന്നാ ചെല്ലാനം. ആര് ചെല്ലാൻ ദേഷ്യം പിടിച്ചിരിക്കും. ആ ആളത്ര വെടിപ്പല്ലട്ടാ, എന്തേ വൃത്തിയായിട്ട ബുക്കാ വായിക്കണത്. ആ പെണ്ണിന്റെ പടം കണ്ട സ്റ്റാർ സ്പോർട്സ് ബുക്കാണത്. സാനിയ മിർസയുടെ പടം അത്. ഹിന്ദി നടിയാ. ഞാൻ മാറില്ല, ആത്മാർത്ഥത കൊണ്ട് പറയണ്. ഞാൻ മാറില്ലെന്നോണ്ട് മാറില്ല. ഫ്ലൈറ്റ് വിടാൻ പോയാണ്. മൂത്രം ഒഴിക്കണമെങ്കിൽ മൂത്രം ഒഴിച്ചോ, ഇനി സമയം കിട്ടില്ല. അത് നല്ല കാര്യം. വേണ്ട, ഞാൻ മൂത്രം ഒഴിക്കണല്ല, തുപ്പിക്കളഞ്ഞോളാം കേട്ടാ. അതിന് സമ്മതിക്കും. സമ്മതിക്കില്ല. അമ്മേ അയ്യോ അയ്യോ ആരെങ്കിലും ഓടി വന്നേ. വേണ്ട, തലറങ്ങിട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ കിടന്ന് കളിക്ക്. ആരെങ്കിലും ഓടിയോ? എന്താ സർ? എത്ര അടുത്തുള്ള സീറ്റിലേക്ക്? ഓക്കെ 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 കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. ഓക്കെ ഓക്കെ ആർ യു ഓക്കെ സർ? ഓക്കെ. ഗോവേ അത് ശരി, അതിന് വേണ്ടിയായിരുന്നല്ലേ. ഞാൻ അവിടെ ഇരിക്കണം. ഞാൻ മാറില്ല. പെങ്ങളെ, ഞങ്ങള് ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അതെയോ? എന്നിട്ട് അവൻ കയറി എന്നെ ഇരുത്തണല്ല. ആ സാർ ഇവിടെ ഇരുന്നോ, ഞാൻ ബാക്കിൽ. അല്ല പോലെ, അത് വേണ്ടെന്നേ. കുഴപ്പമില്ല, ഞാൻ ബാക്കിലിരിക്കാം. ഞാൻ വരാം, കൂടെ വരാം. എന്തായാലും അവിടെ പോയി കേറാ. കൂടെ വരാം. നീ ആള് ഭയങ്കര വില്ലനാട്ടോ. നീ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും നീ എന്നെ മറന്ന്. ഞാൻ ചുമ്മാ നമ്പർ അടിച്ചല്ലേ. നീ എന്നെ വെറുതെ തെറ്റിച്ചേരിക്കണേ എന്തിനാ? ഗുഡ് മോർണിംഗ് എവരിബഡി. മോർണിംഗ്. ആരാണത്? ഫ്ലൈറ്റിന്റെ ചീഫാ. ഫ്ലൈറ്റിന്റെ ചീഫാ. ആ ചീഫാണ്, എനിക്കറിയാം. റൈറ്റ്, അങ്ങനെ തിരിയാ, ലെഫ്റ്റ്, അങ്ങനെ തിരിയാ. ഫ്രണ്ട്, ഹാൻഡ്സ് അപ്പ് ആൻഡ് ഹാൻഡ്സ് ഡൗൺ. എന്തൊക്കെ പറയണത്? എത്തിയാതെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ലേ? അതിലൊക്കെ ഇങ്ങനെ ഉണ്ടാ. പിന്നെ ഞാൻ എത്ര തവണ ചെയ്തേക്കണം. പുന്നൂസ് ഡംബീസ് അടിക്കാറില്ല. Gentlemen, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിനു ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഷർട്ട് ഇൻ ചെയ്ത ഭാഗം അഴിച്ചിടുക. അതെങ്ങനെ പറയണത് കേൾക്കാദ്യം. ഇങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഒരു ഫ്ലൈറ്റ്. അതിനുശേഷം നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന ഷർട്ടിന്റെ കൈകൾ അഴിച്ചിടുക. അഴിച്ചിട്ട് ഇതൊക്കെ എന്താണ്ടാവും ഇങ്ങനെയൊക്കെ? ഉണ്ടല്ല, എല്ലാ ഫ്ലൈറ്റിലും ഉണ്ട്. ഇനി നമ്മൾ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായിട്ട് അഴിക്കുക. അയ്യേ, ഇതെന്താ ഇങ്ങനെ മുണ്ടാണ്ട് അഴിക്കടു പറയണ. പ്ലീസ് പെട്ടെന്ന് വേണം. അവിടെ ഒരു ബട്ടൺ സഹിക്കാണ്ട്. നിന്റെ ബട്ടൺ സഹിക്കാൻ പിന്നൂത്തി വെച്ചേക്ക്. കാണാതെ. ഇനി ഷർട്ട് നമ്മൾ ഊരിയെടുക്കുക. എടുത്ത് ഇതെന്താടാ? എന്നിട്ട് വലത് കൈയിൽ ലംബമായിട്ട് പിടിക്കുക. ലംബമായിട്ട് പിടിക്കാൻ. എന്നിട്ട് വായുവിൽ ശക്തമായിട്ട് കറക്കുക. പരിപാടിയാ. ചിലപ്പോ കറണ്ട് ഉണ്ടാവൂല, അപ്പൊ ഇങ്ങനെ കറക്കി വേണമായിരിക്കും പൊക്കാൻ. ഓക്കെ. അയ്യോ സോറി, അലക്ക് കമ്പനിയായിരുന്നല്ലേ, ഫ്ലൈറ്റ് മാറിപ്പോയി. ഫ്ലൈറ്റ് ആണോ? പിന്നെന്താ നിങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ ചുറ്റി കറക്കിക്കൊണ്ടിരിക്കുന്നത്? ഫ്ലൈറ്റിന്റെ ചീഫ് ഓർക്കത്താണ്. ചീഫ് ഇവിടെ ഒന്ന് പണി തുടങ്ങിയ എന്റെ പൊന്നു പോയി, അത് പ്രാന്തനാണ്. പുള്ളിയെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ഗോവയെ കൊണ്ടുവന്ന ഡോക്ടറാണ് ഞാൻ. ഐ ആം ഡോക്ടർ പ്രകാശ്. നിങ്ങൾ ഷർട്ട് കരുതി അവിടെ ഇരിക്കണം. നീ പറഞ്ഞ ചീഫാന്ന്? ചീഫിനെ പോലെ തോന്നി എനിക്ക്, അതാണ് പറ്റിപ്പോയത്. എത്തിയാട് ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടട്ടാ. എത്തിയാട് ഫ്ലൈറ്റിൽ ഇയാള് കണ്ടിട്ടുണ്ടോ? പിന്നെ എടോ, ഒരു തവണ എന്റെ പാന്റും ഷർട്ട് ഉരിച്ച് തന്നെ നിർത്തിയതല്ല. അത് നീ വല്ല കട്ടട്ടായിരിക്കും. അങ്ങനെ പറയല്ലേ നീ. പുന്നൂസ് അങ്ങനെ നുണ പറയുന്ന ആളാണ്. സംശയമാണല്ലേ? എന്നെ ആർക്ക് സംശയം? ചേട്ടനല്ല, ചേട്ടന് ഭാര്യനെ സംശയമാണല്ലേ? Gentlemen, നമുക്കിനി പാട്ട് ഒഴിയാലോ? എന്താ പറയണത്? ബെൽറ്റ് ഇടാൻ. ഞാൻ കിട്ടിയിട്ടില്ല ബെൽറ്റ്. ആ ബെൽറ്റ് അല്ല, സീറ്റ് ബെൽറ്റ്. ഓക്കെ മാം. സീറ്റ് ബെൽറ്റ് പ്ലീസ്. അറിയാൻ പാടില്ല. ഓക്കെ, ഹെൽപ്പ് യു. ആയിക്കോട്ടെ. ഓക്കെ. എന്തോ പോലെ തോന്നുന്നു. ബെൽറ്റ് ഇട്ടതാ. പ്ലീസ് സർ. എനിക്ക് എടുത്ത് അമ്മയിട്ട് കൊടുക്കുന്ന ബെൽറ്റ് എടുത്തേ. ഓക്കെ സർ, താങ്ക് യു. ഇതെങ്ങനെയാണ് പിടിക്കുന്നത്? നിസ്സാര കേസല്ലേ? വിട്ടുപോയി സാധനം വിട്ടുപോയി. അല്ല, സോറി സർ. ഇത് കൊള്ളാം. വിട്ടുപോയി, പിന്നെ വിട്ടുപോയി. കളിയാക്കി എടുത്തേക്ക് എന്താ?
ഉറച്ച് ഹായ് എന്താ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഉറച്ചല്ല ഉറച്ചോ? ശരിയായി ശരിയായി താങ്ക് യു. Good morning, ladies and gentlemen. Wish you a happy journey and a nice day. പ്രിയമുള്ള വിമാനയാത്രക്കാരെ, ഞാൻ കുമ്പളങ്ങി പോളത്തോട് പോകും സ്ഥാനമാൻ സാധനം നാളെ ഫ്ലൈറ്റിന്റെ പാരാറ്റ് എല്ലാവരും സഹൃദയങ്ങളെ വിളിച്ചേക്കുക. എനിക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പണിക്ക് വരുന്നത്. ഒരുമിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്നെ കൊണ്ട് വയ്യ, കാരണം എനിക്ക് കൊണ്ട് ഭാര്യ മക്കളും അച്ഛനും അമ്മയും എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ കത്തിച്ചു വിടാൻ പോകുകയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള മാർഗം ഹോസ്റ്റേഴ്സ് അയൽക്കൂട്ടം അമ്മണി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു. വിഷ് യു ഹാപ്പി ജേർണി. ഡാൻസ് എന്താ ഡാൻസ് സംഭവത്തെ കാണിച്ചെന്ന് മനസ്സിലായി. എന്താണ് കാണിച്ചത്? ഇവിടുന്ന് പൈലറ്റിനോട് ആംഗ്യത്തിലൂടെ പറയാണ് ഫ്ലൈറ്റ് വിടാൻ പോവാണ്, അലക്കിട്ടത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ, വിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അതായിരുന്നു പറഞ്ഞത്. ഉന്നൂസിൽ എംപീസ് അടിക്കാറില്ല, ഉള്ളതുപോലെ പറയും. നിനക്ക് കാര്യം എന്തോടെ തനിക്ക് തായി പാവത്തിനിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. പറ്റിക്കണം. അങ്ങനൊന്നുമല്ല, ടേക്ക് ഓഫ് സമയത്ത് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള പ്രമോയാണ് അവർ വന്ന് കാണിച്ചത്, മനസ്സിലായോ? ആണോ? അത് ലാസ്റ്റ് കാണിച്ചു, പക്ഷെ ഫസ്റ്റ് ഇതാണ് കാണിച്ചത് പൈലറ്റിനോട്. ഇതെന്താണ് റോട്ടിൽ കൂടി ഓടണത്? ആദ്യം റൺവേ കൂടി കുറെ ദൂരം ഓടും, അതിനുശേഷം ടേക്ക് ഓഫ്. അപ്പൊ പറ്റിക്കണല്ലോ കാശ് മേടിച്ചിട്ട്. കുറെ റോട്ടിൽ കൂടി ഓട്ടി ഇച്ചിരി പൊക്കുള്ളൂ. നീ അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയല, ടേക്ക് ഓഫ് ആണ്. ഇത്രയും പേരും വെച്ച് വിമാനം പൊങ്ങാൻ പോവാണ്. ആണോ? ദൈവത്തിനോട് പ്രാർത്ഥിക്ക്. അതിനാ? അല്ലെങ്കിൽ പണി കിട്ടും മോനെ. അയ്യോ, എനിക്ക് പേടിയാക്കല്ലേ. ഫസ്റ്റ് കാരണവർക്ക് ഭയങ്കരമായിട്ട് പേടിക്കും. ഉമ്മർത്തരോ ഇപ്പൊ അവസരം താഴ്ന്നിട്ട് പേടിപ്പിക്കുന്നത്. ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ടേക്ക് ഓഫ് സമയത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെന്നാലും ദൈവത്തെ വിളിക്കുന്ന കരുതിയിട്ട് പ്രാർത്ഥിക്കും, ഇങ്ങനെ ഒന്നും പേടിക്കേണ്ട കേസൊന്നുമില്ല കേട്ടോ. 275 പ്രാവശ്യം ഫ്ലൈറ്റ് പോകണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കുകയാണോ ചെയ്യണ്ടേ? പേടിപ്പിച്ചല്ല സുഹൃത്തെ, ഞാൻ കാര്യം പറഞ്ഞാണ്. ഞങ്ങള് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന തന്നെ കേട്ടോ. എടാ നീ പ്രാർത്ഥിച്ചോടാ, ടേക്ക് ഓഫ് ആണ് വെച്ചിട്ട് കടന്ന് പറയുന്നു. ടേക്ക് ഓഫ് ഭഗവാനെ കാത്തോളണേ. എനിക്ക് വേണ്ടി ഭാര്യ മക്കളെ കൊള്ളാണ്, അത്യാവശ്യമായിട്ട് പോണ്, ഒന്ന് സംഭവിക്കല്ലേ ഭഗവാനെ. മഞ്ഞപ്പിത്തമുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? ആ താഴെ കിടക്കുന്ന വെള്ളം മഞ്ഞ കളറ്. സോറി ചാല് പറ്റി വിടാൻ മറന്നുപോയി. കഷ്ടം. ഭയങ്കര ഒരു സംഭവങ്ങളാണ്. ഓ ആരാ വിളിച്ചേ? തോന്നിയതായിരിക്കും. സോറി 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 സോറി. അതെ ഡോക്ടർ പ്രകാശാണ്. എന്താ കാര്യം എന്താന്ന് പറയൂ, പ്ലീസ് പറയൂ. ഞാൻ തുമ്മിയതാണ്. എന്റെ പൊന്നു ഭായി, ഒരു ടെൻഷനുമായിട്ട് ഞാൻ ഗോവയിലേക്ക് പോകാൻ നിൽക്കണം. ദയവ് ഇത് ആ പ്രകാശം എന്ന് പറയുന്ന ശബ്ദം പുറപ്പെടുവിക്കായിരിക്കും പ്ലീസ്. വേറെ ഏതെങ്കിലും ശബ്ദത്തിൽ തുമ്മു പ്ലീസ്. സുമേഷ്. അതെ സുമേഷ്. സുമേഷ് ഞാനൊന്ന് തുമ്മിതാ സുഹൃത്തെ. വിഴുങ്ങി നല്ല തമ്മിപ്പോയില്ല എല്ലാവരും. അല്ല, അല്ലെങ്കിൽ ഇവിടെ തലക്ക് പിടിക്കണ്ടോന്നില്ല. ലിക്കർ ഞാൻ നിൽക്കുന്നുണ്ട്, പുള്ളിക്കൊരു സ്നഗ്ഗി കൊടുക്കും. അതല്ല, മദ്യം മദ്യം വേണോന്നാ ചോദിച്ചു. ഓള് വേണം. എനിക്ക് വേണ്ട. എടാ കഴിച്ചോടാ, വേണ്ട, പണി കിട്ടും. നീ മേടിച്ചടിച്ചോടാ. ഇത് നല്ല കാശ് കൊടുക്കേണ്ടി വരും. പുറത്താരോടും പറയണ്ട, എനിക്കും നിനക്കും കാശില്ല, ഫ്രീ ആണ്. ആണോ? ചീക്കിയായിട്ട് ഞാൻ പറഞ്ഞു ഒപ്പിച്ചതാണ്. അന്നടിക്കാം നമുക്ക്. അപ്പൊ പിന്നെ ഒന്ന് പോടെ കൊടുന്നു. ഇവിടെ ടിക്കറ്റ് എടുത്ത് കാരണം എല്ലാവർക്കും ഉണ്ട് മദ്യം കേട്ടോ. എന്നോടിക്കാൻ അങ്ങനെ ആക്കി. എന്നോടങ്ങല്ല, വണ്ടോട്ട് അങ്ങനെ തന്നെ. ഞാൻ കയറുന്ന ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ ഇരുന്നില്ല. ലിക്കർ സർ. പോരട്ടെ. ദേ ഒരു പൈന്റ് ഉണ്ട്, നിങ്ങൾ 3 പേരും കൂടെ എടുത്തോ. ഓ ആയിക്കോട്ടെ. ഒരു പൈന്റ് അങ്ങനെ 3 പേര് കഴിക്കുന്നത്. ചോദ്യം ഇങ്ങോട്ട് വേണ്ട, എന്റെ സ്വഭാവം അറിയാലോ. സെറ്റപ്പാട്ടാ. അയൽക്കൂട്ടം എന്ന് പറഞ്ഞിട്ടില്ലേ? എടാ 2 സീറ്റിൽ ഇരുന്നാ മതിയായിരുന്നു കേട്ടാ. എന്താണത്? അപ്പൊ അതിന്റെ 2 ഈ പുള്ളിനെ എങ്ങനെയാലും ഒഴിവാക്കണമല്ലേ? ഹലോ, ഇതെന്താ ഗ്ലാസ് പിടിച്ചോണ്ടിരിക്കണത്? അടിക്കണ്ട. 2 ലാർജ് കൂടുതൽ വേണം, എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് സഹിക്കണ്ട. അടിച്ചു പിറ്റായി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നീക്കിനെ കൊണ്ട് വൈഫിനെ കൊണ്ട് പുള്ളി പോകട്ടെ. അയ്യോ എനിക്ക് വേണ്ട. അടിച്ചോ.
കുറച്ച് കഴിഞ്ഞ് എടാ ഈ സാധനം മുകളിൽ എത്തിക്കഴിഞ്ഞാ എങ്ങനെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചത്തു പോകും നമ്മള്. ഇവര് മൊത്തം പേരും ചാവും, നമ്മ രണ്ടുപേരും ചാവൂല. എന്താണ് എനിക്ക് ടെക്നിക്ക് അറിയാൻ രക്ഷപ്പെടാനുള്ളത്. എടാ ഈ ഫ്ലൈറ്റിൽ പാരച്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തലയത്ത് വെക്കാനാ? തലയെ തേക്കണതല്ല, കൊടാ. ആ പാരച്യൂട്ട് മേടിച്ച് നമ്മൾ പുറത്തിങ്ങനെ ഇടുന്നു, എന്നിട്ട് സ്വിച്ച് ഇടുന്നു, നേരെ ചാടുന്നു, താഴെ ഒന്ന് ലാൻഡ് ചെയ്യുന്നു. ഒന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പം പറ്റില്ലേ? ഒരു കുഴപ്പവും പറ്റില്ല. എടാ ഇത് ചാടുമ്പോ എങ്ങാനും കംപ്ലൈന്റ് ആയിട്ട് നിവർന്നില്ലെങ്കിലാ? അവിടെ പറഞ്ഞാ മതി. ഏത് കടയിൽ? ആ മേടിച്ച കടയിൽ പറഞ്ഞാ മതി, അവര് മാറിത്തരും. ചാടിയതിനു ശേഷം? ആ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതല്ലേ, ഞാൻ എത്ര തവണ ചാടിയേക്കണ്. കറക്റ്റ് ആണ്ടല്ല. നിങ്ങളിങ്ങനെ നേരത്തെ ഇരിക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് നല്ല കാറ്റുണ്ട്, ഞാൻ ആ വാതില് തുറന്നിട്ട് ഫ്ലൈറ്റ് നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. എല്ലാവരും അതേ സീറ്റിൽ പേടിക്കണ്ട. രമണി പേടിക്ക്. അവിടെ കൊടുക്ക്, അവിടെ കൊടുക്ക്, അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്. ആ ഇരിക്കടാ ഒരെണ്ണം, ഇരിക്കടാ, ഇരിക്കടാ. ഓക്കെ പാരച്യൂട്ട് എല്ലാവരും ഇവിടെ സാധനം വിട്. എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അവരെല്ലാം പോകും. അതവിടെ കിട്ടെ. ഞാൻ ഇതിനകത്ത് ചത്തോളെ. എല്ലാവരും ചാടിയില്ലേ? എല്ലാവരും ഞാൻ ധീരമായിട്ട് രക്ഷപ്പെടുത്തി. ഇനി ഞാൻ ചാടിക്കോട്ടെ? ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ അപ്പ എല്ലാവരും ധീരമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് പുണ്ണ് സ്വിച്ചിട്ടുകൊണ്ട് ചാടുന്നു. സോറി, പാരച്ചൂട്ട് തീർന്നു. ഇനിയിപ്പം വേറെ ഒരു മാർഗവുമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരെണ്ണോണ്ട് ഇവിടെ, ഒരെണ്ണോണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോ ഇത് കഴിഞ്ഞതാണല്ലോ. പിന്നെ ഇതേതാണ്? ഇത് എന്റെ കൂട്ടുകാരൻ മുന്നൂസില്ലേ, ധൃതിയിലെടുത്ത് ചാടിയപ്പോ പാരച്ചൂട്ടാന്ന് എന്റെ ബാഗ് തുറന്നിട്ടാണ് അവൻ ചാടിയേക്കണത്.